ഐഡിയാസ് കീം 2024 ആർക്കിടെക്ചറിൻ്റെ സെക്കൻഡ് താൽക്കാലിക അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താൽക്കാലിക അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിന് മുകളിലായിട്ടൊരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ട് ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിയുടെ മെയിലായിട്ടുള്ള cek.info.ce@kerala.gov.in എന്നുള്ള മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ് 29-ാം തീയതി പകൽ 12 മണി വരെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അതനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്കും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സെക്കൻഡ് ഫേസിൽ അലോട്ട്മെൻറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അലോട്ട് ചെയ്തേക്കുന്ന ലാസ്റ്റ് റാങ്ക് ഏതൊക്കെ കോളേജിൽ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് റാങ്ക് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താൽ, ആദ്യം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ആർക്കിടെക്ചർ താൽക്കാലികം എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിൽ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ലാസ്റ്റ് റാങ്ക് അറിയാനായിട്ട് തൊട്ട് താഴെയായിട്ട് ലാസ്റ്റ് റാങ്ക് എന്ന് കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ടു ആർക്കിടെക്ചർ ആൻഡ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ടു MBBS രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കിടെക്ചർ കോളേജുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസിൽ അനുവദിച്ചേക്കുന്ന ലാസ്റ്റ് റാങ്ക് ഏതൊക്കെയാണുള്ളത്, ലാസ്റ്റ് റാങ്ക് എവിടെ വരെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ വെച്ച ഓപ്ഷൻസിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷർക്ക് മെയിൽ ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പരിഹരിച്ചിട്ടായിരിക്കും ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. ടേക്ക് കെയർ, സ്റ്റേ ബെസ്റ്റ്. താങ്ക് യു.